ഒരു ഭാഗം സ്വർഗത്തിലേക്കും ഒരു ഭാഗം നരകത്തിലേക്കും. നരകത്തിൽ വിശ്വസിച്ച ചില ആളുകൾ ചാടിയിട്ടുണ്ടെന്ന് നബി തങ്ങൾ അറിയുമ്പോൾ രണ്ടാമതും ശഫാഅത്ത് ചെയ്യും. ഈമാനുള്ള മുഴുവൻ ആളുകളെയും മോചിപ്പിക്കാൻ വേണ്ടി കൽപ്പനയുണ്ടാകും. മുഖത്ത് ഈമാന്റെ പ്രകാശം കാണുന്ന മുഴുവൻ ആളുകളെയും മോചിപ്പിച്ച് സ്വർഗത്തിലാക്കും. അള്ളാഹു ചോദിക്കും, നബിയെ എല്ലാവരെയും മോചിപ്പിച്ചോ? ആന്ന് പറയും. അവസാനം അള്ളാഹു നേരിട്ട് നരകത്തിൽ ഹാജരാക്കുമെന്നും അവന്റെ ഖുദ്റത്തിന്റെ കരങ്ങളെ കൊണ്ട് 3 പിടി മനുഷ്യന്മാരെ വാരിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമെന്നും മാഉൽ ഹയാത്ത് എന്ന വെള്ളത്തിൽ കുളിപ്പിച്ച് സുന്ദരന്മാരാക്കി അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്നും അതോടുകൂടെ സ്വർഗപ്രവേശനം നരകമോചനവും അവസാനിച്ച് സ്വർഗത്തിന്റെ വാതിൽ എന്നേക്കുമായി അടക്കുന്നതാണ് എന്നുമാണ്. നരകമോചനത്തിന്റെ രഹസ്യം മുഹമ്മദ് നബിയാണ്. ലോകത്തെ എല്ലാ ഫളായിലും നബിതങ്ങളിലേക്കാണ് മടങ്ങുക സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ചക്ക് ഫളലുണ്ട്. എന്താ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ മാസത്തിന് ഫളലുണ്ട്. എന്തേ കാരണം? മുത്ത് നബിയാണ് അതിന്റെ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ള വസ്ത്രത്തിന് ഫളലുണ്ട്. എന്തേ കാരണം? മുഹമ്മദ് നബിയാണ് അതിന്റെ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ എല്ലാ ഫളലുകളും മുഹമ്മദ് നബിയിലേക്കാണ് മടങ്ങുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ബശറാണ് നബി തങ്ങൾ. മനുഷ്യരിൽ ഏറ്റവും ശറഫുള്ള ആളാണ്. എന്നാൽ പുന്നാര നബി തങ്ങൾ അഷ്റഫുൽ ബശർ മാത്രമല്ല, മുത്തി നബി അഷ്റഫുൽ ഖൽഖാകുന്നു. സൃഷ്ടികളിൽ ഏറ്റവും ശറഫുള്ള ആളാണ്. എല്ലാറ്റിനേക്കാളും, ഉമ്മാനേക്കാളും ബാപ്പാനേക്കാളും. അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي. أنت أم النبي നിങ്ങൾ ഞങ്ങളുടെ ഉമ്മയാണ്. അം അബുൻ, ഉമ്മ മാത്രല്ല വാപ്പയാണ്. ഉമ്മക്ക് ഉമ്മയാവാൻ മാത്രമേ കഴിയുള്ളൂ, വാപ്പാൻ കഴിയൂല. വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമേ കഴിയുള്ളൂ, ഉമ്മയാവാൻ കഴിയൂല. ഉമ്മയും വാപ്പയും ഒരേ സമയത്ത് ആകാൻ കഴിയുന്ന ഒരാളാണുള്ളത്. അതാണ് അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വാപ്പാര് മക്കളെ അന്വേഷിക്ക പാലം കടന്നിട്ടാണ് എന്നാണ്. മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുക പാലം കടന്നതിന്റെ ശേഷമാണ്. പാലം കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ഖൽഖാണ്. എല്ലാറ്റിനേക്കാളും കഅബയേക്കാളും സ്വർഗ്ഗത്തെക്കാളും എല്ലാറ്റിനേക്കാളും കഅബയേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് മലക്കുകളാണ് ആദ്യമായി കഅബ ഉണ്ടാക്കിയത്. എന്നിട്ട് ആദം നബി അലൈഹിസ്സലാം ഭൂമിയിൽ വന്നു. കഅബയിൽ ആദം നബി അലൈഹിസ്സലാം ഇബാദത്ത് ചെയ്തു. കഅബയുടെ മുകൾ ഭാഗത്തുള്ള ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ഭവനത്തിൽ മലക്കുകളും ഇബാദത്ത് ചെയ്തു. ഒരുപാട് കാലം കഴിഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ വലിയ ഒരു വെള്ളപ്പൊക്കമുണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ കഅബ തകർന്നു. പിന്നീട് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പുതുക്കി പണിതു. കുറെ കാലങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ കഅബ തകർക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് എന്ന രാജാവ് ആനപ്പടയുമായി വന്നപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആനപ്പടയെ തകർത്ത് കളഞ്ഞു. ശ്രദ്ധിക്കണം നിങ്ങൾ. 2 കഅബയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, മലക്കുകൾ ഉണ്ടാക്കിയ കഅബ നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ പൊളിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ ഉണ്ടാക്കിയ കഅബ പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്ത് രാജാവിനെയും അനുയായികളെയും പൊളിച്ചു. ഒരു കഅബ പൊളിനേന് കുഴപ്പമില്ലാന്നും മറ്റേ കഅബ പൊളിക്കാൻ പറ്റൂലാന്നും. നൂഹ് നബിയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് കഅബ പൊളിച്ചു. ആര്? അള്ളാഹു പൊളിച്ചു തന്നെയുണ്ടോ?
അള്ളാഹു തആലക്ക് വേണമെങ്കിൽ അവിടെ മാത്രം വെള്ളം കയറാതിരുന്നാൽ പോരെ. എന്നാലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് അങ്ങനെ എത്രങ്ങാനും സ്ഥലത്ത് കയറാതിരുന്നിട്ടുണ്ട്, അങ്ങനെ മതിയല്ലോ, അത് കുഴപ്പമില്ല, പൊളിഞ്ഞോട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ടാക്കിയ കഅബ അത് പൊളിക്കാൻ പാടില്ല, സമ്മതിക്കൂലേ? അബാബിയിൽ പക്ഷികളെ അയച്ച് ആനപ്പടയെ തകർത്തു. രണ്ട് കഅബയും എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകനായ ഇസ്മായിൽ അലൈഹി സ്വലാമും കഅബ ഉണ്ടാക്കിയതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ദുആ നടത്തി. ആ ദുആയിൽ പറയുന്നുണ്ട്, പടച്ചോനെ, ഈ കഅബ ഞാൻ ഉണ്ടാക്കിയത് റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ, ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു നബി വരാൻ വേണ്ടിയാകുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ശേഷം ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിലാണ്. അതാണ് ബനു ഇസ്രായീൽ എന്ന് പറയുന്നത്. ഇസ്ഹാഖ് നബിയുടെ മകനായ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായീൽ. ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും ഇതിലാണ്. ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമാണ് വന്നിട്ടുള്ളത്, നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു നബി വരാനാണ് ഞാൻ ഈ കഅബ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് മുഹമ്മദ് നബിക്കുള്ള കഅബയാണ്. അതാണ് പൊളിക്കാൻ സമ്മതിക്കാത്തതിന്റെ കാരണം. എന്നാളിനോട് ഒരാൾ ചോദിച്ചു, കുടിയിരിക്കലിന് എന്തിനാ മങ്കൂസ് മൗലൂദ് യാസീനോ അതേ പോലെ? യാസീൻ വേറെ വേണം, മങ്കൂസ് മൗലൂദ് ഓരോരുത്തർക്ക് അതന്നെ ഓടണം. മുഹമ്മദ് നബിയെ ഒരു വിഷയത്തിന്റെ മുന്നിൽ വെച്ചാൽ ആ വിഷയത്തിന് സംരക്ഷണം ഉണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ വിഷയത്തിലെയും വിജയം ആ വിഷയവും നബിയും എത്ര അടുപ്പമുണ്ട് എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് കഅബയേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി. കഅബയാണ് പ്രധാനപ്പെട്ടതെങ്കിൽ നൂഹ് നബിന്റെ കാലത്തും പൊളിയാൻ പറ്റൂല. ഇനി കഅബ പൊളിക്കുന്നാണ് നമ്മൾ പഠിച്ചത്. ഖിയാമത്ത് നാളിന്റെ മുമ്പ് കഅബ പൊളിച്ച് കല്ലുകൾ കടലിൽ ഒഴുക്കി കളയുമെന്നല്ലേ. എന്താ കാരണം? മുഹമ്മദ് നബി വന്നുപോയി, അതാണ് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കഅബയേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിൽ താമസിക്കുകയാണ്. രാത്രി മലമൂത്ര വിസർജനത്തിനോ ഒളു ചെയ്യാനോ മറ്റോ പുറത്തിറങ്ങിയപ്പോ ഇരുട്ടിന്റെ മറവിൽ ഒരാളെ കണ്ടു. നമ്മളെ ഭാഷയെ പറഞ്ഞാൽ വായൻ കുടുംബിലുണ്ട് ഒരാള്. ആരാ അത് എന്ന് ചോദിച്ചു. ഇത് ഞാനാണ്, റബിയത്താണ്. റബിയത്ത് ബിൻ കഅബ് അസ്ലമിയാണോ? അതെ, റബിയത്താണ് എന്ന് പറഞ്ഞു. റബിയത്ത് ബിൻ കഅബ് അസ്ലമിയാണ്. എന്താ കിടക്കണെന്ന് ചോദിച്ചു. അതിന് പറഞ്ഞു, രാത്രി നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല വെള്ളത്തിന്റെ എന്തെങ്കിലും ആവശ്യമോ എന്തെങ്കിലും എന്തെങ്കിലും വല്ല സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു തരാന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. അപ്പൊ ചോദിച്ചു, എന്നും പിടക്കലുണ്ടോ ചോദിച്ചു. ഉണ്ട്, ഞാൻ എല്ലാ ദിവസവും പിടക്കലുണ്ട്. നിങ്ങൾ പുറത്തിറങ്ങലില്ല, അതുകൊണ്ട് കാണലില്ല എന്ന് പറഞ്ഞു. എന്നാ വെള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം കൊണ്ടുവന്നു. നബി തങ്ങൾ മലമൂത്ര വിസർജനം നടത്തി ഒളു ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി അകത്തേക്ക് പോകുമ്പോ റബീഅയോട് ചോദ്യം ചോദിച്ചു. റബീഅ, നിനക്ക് വേണ്ടി എന്താണ് ഞാൻ ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവലിനെ ഞാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബീഅത്തെ ലേശം ചുരുക്കി ചോദിച്ചൂടെ എന്ന് ചോദിച്ചു. ലേശം ഇത്ര വലിയ ചോദ്യമൊക്കെ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സ്വർഗം ചോദിച്ച ഒരാളോട് നബി തങ്ങൾ ഇങ്ങനെ മുമ്പ് പറഞ്ഞിട്ടില്ല. സ്വർഗത്തിന് 8 വാതിലുകളുണ്ട് എന്ന് നബി തങ്ങൾ പ്രസംഗിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് 8 കൂടി ആർക്കെങ്കിലും തുറക്കുമോന്ന് ചോദിച്ചപ്പോ നബി പറഞ്ഞു, നിങ്ങൾക്ക് തുറക്കുമെന്ന് പറഞ്ഞു. കാരണം ചോദ്യത്തിന് അർത്ഥം അതാണ്, കുട്ടിയെ തിരക്കടില്ല എന്നാണ്. നിങ്ങൾക്ക് തുറക്കുമെന്ന്. 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോ സദസ്സിൽ നിന്ന് ഒരു റജുൽ എഴുന്നേറ്റു. എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, നബിയെ, 70,000 ഹിസാബില്ലാത്ത ആളുകളിൽ ഒന്നിന്നാക്കോ അന്തമിന്നു, നിങ്ങൾ തന്നെയാണ്. സ്വർഗം ചോദിച്ച ആളോടോ ഹിസാബില്ലാതെ പോണെന്ന് പറഞ്ഞ ആളോടൊന്നും ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല.
വനത്തബി